അനിയുടെ വിവാഹം ഒക്കെ വിവാഹത്തിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തിന് നയന നോക്കുമ്പോൾ കുറേ നേരമായിട്ട് ദേവയാനി ഇങ്ങനെ അവളുടെ നെഞ്ചിങ്ങനെ തടവിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം നയന മനസ്സിലാക്കുന്നുണ്ട്. ദേവയാനി മനസ്സിൽ കരുതുകയാണ്, ഇപ്പം എനിക്ക് വയ്യ എന്നുള്ള കാര്യം ഇവിടെ ആരുടെങ്കിലും പറഞ്ഞാൽ ആകെപ്പാടെ അലങ്കോലമാക്കും. അത് ആദർശിന് ഭയങ്കര വിഷമമാവും. അപ്പോൾ തന്നെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ആകെപ്പാടെ സീനാക്കി ഈ കല്യാണ വീട് ഒരു അലങ്കോലമാക്കി കളയും. വേണ്ട, ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട്. അങ്ങനെ നയന വീണ്ടും വീണ്ടും ഫോളോ ചെയ്യുമ്പോഴും ദേവയാനി ഇങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. വേദന എടുത്തിട്ട് ചങ്ക് ഇങ്ങനെ തിരുമ്പുകയും ഇടയ്ക്ക് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നയന കാണുന്നുണ്ട്. അങ്ങനെ അവസരത്തിൽ ദേവയാനിക്ക് ഒട്ടും വയ്യാതെ അവൾ പോയി ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നയന പെട്ടെന്ന് വന്ന് അവളുടെ തലയ്ക്ക് പിടിച്ചിട്ട് അമ്മ വൊമിറ്റ് ചെയ്തോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ പുറം തിരുമ്മി കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നയന പറയാണ്, കുറേ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അമ്മ നെഞ്ചും തടവിയിട്ട് അതിലേക്ക് പോകുന്നു ഞാൻ കണ്ടു. എൻ്റെ അമ്മ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ. നീ ഇനിയിപ്പോൾ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവരും കൂടി ഒരു സീനുണ്ടാക്കും, അതുകൊണ്ട് ആരോടും പറയണ്ടെന്ന് പറയുമ്പം ഇല്ല അമ്മ ഞാൻ ആരോടും പറയുന്നില്ല, അമ്മ വാ കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മുറിയിലേക്ക് അവൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് അമ്മ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമ്മേന്ന് പറഞ്ഞിട്ട് അവൾ ഇരുത്താണ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അതിൽ സോഡയൊക്കെ ചേർത്ത് കൊണ്ടുവരുന്നുണ്ട്. അമ്മയെ ഫുഡിൻ്റെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയോ ഒക്കെ ആയിരിക്കും അമ്മ ഈ വെള്ളം കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ആ ഒരു വെള്ളം അവൾക്ക് കൊടുക്കുമ്പോഴേക്കും അവളത് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ കിടന്നോ, ഞാനിപ്പോൾ ഫുഡൊക്കെ ആയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ ദേവയാനിനെ അവിടെ കിടത്തുന്നുണ്ടതിന് ശേഷം അവൾക്ക് ബ്ലാങ്കറ്റൊക്കെ പുതച്ചു കൊടുത്ത് ഞാൻ ഫാനിങ്ങനെ ഇട്ടിട്ട് പോകാം അമ്മ നന്നായി വേർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തെ വേർപ്പൊക്കെ തുടച്ചു കൊടുത്തിട്ട് അവളെ അവിടെ കിടത്താണ്. എന്നിട്ട് ബ്ലാങ്കറ്റൊക്കെ പുതച്ചു കൊടുത്തിട്ട് അവൾ ഫാൻ ഓൺ ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ആക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫോണൊന്ന് സൈലൻറ്റ് മോഡിലാക്കിയേക്കാം അമ്മേ, ഇല്ലെങ്കിൽ അമ്മയുടെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഫോൺ സൈലൻറ്റ് മോഡിലാക്കിയിട്ട് അവളുടെ അടുത്തേക്ക് തന്നെ വെച്ചിട്ട് നയന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ക്ഷീണം കൊണ്ട് ദേവീനോട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നയന പോയിട്ട് അവൾക്ക് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. പന്തൽമണിക്കാർ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്നവരുടെ അടുത്തുനിന്നും പോയിട്ട് ഫുഡൊക്കെ ഇങ്ങനെ ചെയ്ത് നല്ല രീതിക്ക് ആക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവൾ കൊണ്ടുവന്നിട്ട് ദേവയാനിനെ വിളിക്കുന്നുണ്ട്. അമ്മ ഈ ഫുഡ് കഴിക്കുകയെന്ന് പറയാണ്. എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഇല്ലമ്മേ, ഈ ഫുഡ് കഴിച്ചതിന് ശേഷം ഈ ടാബ്ലറ്റൂടെ കഴിച്ചോ, ഞാനിപ്പോൾ മേടിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് ആ കഞ്ഞിയൊക്കെ അവൾ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വാരി കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ ഗുളികയും കഴിപ്പിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്കെന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയാണ്. എങ്കിൽ അമ്മ കിടന്നോ, ഞാൻ പോട്ടെ, അവിടെ കുറേ പരിപാടിയുണ്ട്, അമ്മയോട് സമാധാനമായിട്ട് കിടന്നോ, ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം, അമ്മ നന്നായിട്ട് ക്ഷീണം മാറിയതിന് ശേഷം മാത്രം എണീച്ച് വരാവുള്ളൂ കേട്ടോ എന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി അവളെ ഇങ്ങനെ നോക്കി നിൽക്കാനുള്ള പോകുന്നതൊക്കെ അപ്പോൾ നല്ല വിഷമം വരുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിനകത്ത് അവളോട് ചെറിയൊരു സ്നേഹമൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളോട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പോയിട്ട് അവിടെ ഇങ്ങനെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇടയ്ക്ക് ഓർക്കുമ്പം അമ്മ ഉറങ്ങിക്കാണുമോ, അതിന് അമ്മയ്ക്ക് ഇതിന് ബുദ്ധിമുട്ട് കാണുമോ എന്ന് പെട്ടെന്ന് ഓർത്തിട്ട് നയന പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി വരുമ്പോഴേക്കും ദേവയാനി ഉറക്കമായിരിക്കും. അവൾ വന്ന് അടുത്തേക്ക് വന്നിട്ട് ദേവയാനി അറിയാതെ അവളുടെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പതിയെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇറങ്ങി പോകുമ്പോഴേക്കും ദേവയാനി കണ്ണു തുറന്ന് നോക്കുകയാണ് നയന ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. പതിയെ അവൾ പോയി ഡോർ അടച്ചിട്ട് പോകുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിലിങ്ങനെ ദേവയാനി ആലോചിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ സ്നേഹവും നന്മയുള്ളവളാണ് എൻ്റെ മരുമകൾ. അല്ലാതെ നവ്യ എങ്ങാനും കയറി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിനവസ്ഥ? വേറെ ഏത് പെണ്ണ് വന്നാലും ഇതുപോലെ ഒന്നും ആയിരിക്കത്തില്ല. ഞാൻ എന്നുകൊണ്ടും എൻ്റെ മകനെ കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇത്ര നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്ന ഒരു മരുമകളെ കിട്ടിയിട്ട് ഞാനത് മിസ്സാക്കി കളയുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവ്യാനി വീണ്ടും കിടക്കുകയാണ്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴേക്കും ദേവ്യാനിക്ക് എല്ലാം ഓക്കെ ആവുന്നുണ്ട്. അവൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇച്ചിരി വെള്ളം കൂടൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളുടെ ഫോൺ എടുക്കുകയാണ്. ഫോണും എടുത്തിട്ട് സൈലൻറ്റ് മോഡൊക്കെ മാറ്റിയിട്ട് അവളോട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അമ്മയ്ക്ക് കുറവുണ്ടോ, അമ്മ എന്തിനാണ് എണീച്ചത്, കുറച്ചിട്ട് കിടന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്, ഇനിയിപ്പോൾ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കല്യാണ വീടല്ലേ, ഞാൻ മാറിയിരുന്നാൽ എല്ലാവരും അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ശരി അമ്മേ, അത് നല്ലൊരു കാര്യമാണ്, അമ്മയ്ക്ക് ആശ്വാസമായെങ്കിൽ അമ്മ എണീറ്റ് വാന്നും പറഞ്ഞിട്ട് ഞാൻ നോക്കാൻ വരുമായിരുന്നു എന്നും പറഞ്ഞിട്ട് നയന ദേവിയുടെ കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട്.
ഇവളിങ്ങനെ മുമ്പേ നടന്നു പോകുമ്പോഴെല്ലാം ദേവേനി പുറകെ നാലേക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവളൊരു ഭാഗ്യമുള്ള കുട്ടി തന്നെയാണ്. ഇവളെല്ലാവർക്കും ഒരു തുണയായിരിക്കും. എന്തായാലും എനിക്ക് ശേഷം അനന്തപുരം തറവാട് കൊണ്ടുപോകാൻ അത് ഇവക്ക് തന്നെയാണ് യോഗ്യത എന്നൊക്കെ മനസ്സിൽ ദേവേനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആദർശൊക്കെ എവിടെയും ചോദിക്കുമ്പം അവിടെ മണ്ഡപത്തിലുണ്ട് അമ്മേ, ഹാളിലുണ്ടെന്ന് പറയാണ്. നിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നെന്ന് ചോദിക്കുമ്പോൾ വന്നു, അച്ഛനും അമ്മയും നന്ദുവും ഒക്കെ ഉണ്ട്, എല്ലാവരും അവിടെ ഒരു മുറിയിൽ സെറ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി ആ ശരിയെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വലിയ ഗമയൊക്കെ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയാണേലും റൂമിലേക്ക് പോവാണ്. അപ്പോഴേക്കും അവിടെ നന്ദു വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. എന്താ നന്ദു ഇത്, നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി വാ, അല്ലാതെ ഈ കോലത്തിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ആൾക്കാരെന്താ പറയുക, പറ, നിനക്ക് എന്താ സങ്കടം, ഈ ചേച്ചിയോട് പറ എന്ന് പറയുന്നുണ്ട്. നന്ദു ഇങ്ങനെ അവളുടെ അടുത്തേക്ക് സംസാരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി കനകം വരികയാണ്. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ലമ്മേ അവളുടെ ഇരിപ്പ് കണ്ടോ, എപ്പോഴും ഈ ഒരു ഇരിപ്പാ, വിഷമിച്ചുള്ള ഇരിപ്പ്, ഇത് കണ്ട ആരിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയില്ലേ, അവളോട് ഒന്ന് എഴുന്നേറ്റ് വരാൻ പറ, ഇതൊരു കല്യാണ വീടല്ലേ, നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ, അല്ലാതെ ഇങ്ങനെ മൂടഫായിരുന്നു എന്താ ചെയ്യുക. ഞാൻ അവളോട് ചോദിക്കായിരുന്നു എന്താ കാര്യം, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഈ ചേച്ചിയോട് പറയായിരുന്നു. കനകം ചോദിക്കുകയാണ്, എന്താ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ. അപ്പോഴേക്കും നന്ദു ഇല്ലമ്മേന്ന് പറയാണ്. കേട്ടില്ലേ, അവൾക്ക് ഒരു വിഷമമില്ല, നീ പൊയ്ക്കോന്ന് പറയുമ്പം എന്താ അമ്മ ഇത് ഇങ്ങനെ ചോദിച്ചാൽ ആരെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയോ. എന്നിട്ട് നന്ദുടത്തേക്ക് പോയിട്ട് പറയാണ്, മോളെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഈ നയനേച്ചിയോട് പറ, ഇപ്പോൾ പൊന്നിന് എന്തെങ്കിലും വിഷമമുണ്ടോ. ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ്, അതെ നിന്നവിടെ ആറണ്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ടൊന്ന് ചെന്നേ, ഞാൻ എന്തെങ്കിലും നോക്കിക്കോളാം പറഞ്ഞിട്ട് നയൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് വന്നിട്ട് കനകം പറയാണ്, നന്ദുമോളെ ഇന്ന് അവൻ്റെ കല്യാണമാണ്, അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, ദയവ് ചെയ്ത് നീ അതിനിടയ്ക്ക് ഒരു ഗുലുമാല ഒപ്പിക്കല്, ആരോടും ഒരു കാര്യം പറയുകയും ചെയ്യല്, എൻ്റെ മോളെ ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അറിയാലോ മോളുടെ 2 ചേച്ചിമാരുടെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും, എല്ലാവരുടെയും ജീവിതം ഈ ഒറ്റ കാരണം കൊണ്ട് ഇല്ലാതാവും. മോളോട് എനിക്ക് മനസ്സിൽ യാതൊരു സ്നേഹമില്ല, അവന് ജസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ, എനിക്ക് ഈ കാര്യം അറിഞ്ഞാൽ പോലും അവൻ മോളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ ഒന്നും പോകുന്നില്ല, അതുകൊണ്ട് എൻ്റെ മോളെ ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ കനകം പറയുന്നുണ്ട്. ഇല്ലമ്മേ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ്, എനിക്കങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. മോളെ എങ്കിലും മോളുടെ ഈ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മോള് എല്ലാം മറന്ന് സ്നേഹത്തോടെ നല്ല സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ കനകം പറയുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ, പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ലമ്മേ, അനിയെ അവളുടെ കൂടെ കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുക എന്നൊക്കെ പറയുമ്പോഴേക്കും മോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, എൻ്റെ പൊന്നു മോള് വിഷമിക്കാതെ ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടൊന്ന് അഭിനയിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കനകം അവിടെ നിന്ന് അവളെ സമാധാനിപ്പിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്കമിങ് ആയിട്ടുള്ള ഡെയിലി റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.